ഇന്ത്യയില് മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് രാജസ്ഥാനിലെ താർ ഡെസേർട്ടാണ്. പക്ഷെ ഇവിടെ തമിഴ്നാട്ടില് കടൽ തീരത്ത് ഒരു മരുഭൂമി ഉണ്ടെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ? എനിക്കും അറിയില്ലായിരുന്നു. ഈയിടെയാണ് ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ കുറച്ച് ഡെസേർട്ടിന്റെ വീഡിയോസ് ഒക്കെ കണ്ട് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മുടെ തിരുച്ചെന്തൂരിനടുത്ത് കടൽ തീരത്തായിട്ട് തെരിക്കാടെന്നും പറഞ്ഞുകൊണ്ട് ദ റെഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞ പേരിൽ ചുവന്ന മണ്ണുള്ള ഒരു മരുഭൂമിയുണ്ട്. ആ മരുഭൂമിയുടെ കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. സൗത്ത് ഇന്ത്യൻ ട്രിപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നീ ഇവിടത്തെ വില്ലേജ് കണ്ടോ? അതായത് ഉവാരി എന്ന് പറഞ്ഞൊരു ഫിഷിംഗ് വില്ലേജിലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. ഓലമേഞ്ഞ വീടുകളിൽ ഒക്കെ ആളുകൾ ഇപ്പോഴും താമസിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. ഇതൊരു ഫിഷിംഗ് വില്ലേജ് ആണ്. ഇവിടെ ഒരു ഹാർബർ ഉണ്ട്. ആ ഒരു ഹാർബർ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഹാർബറിന്റെ ചുറ്റിനും കരിങ്കല്ല് വെച്ചിട്ട് ഈ ബോട്ടുകൾക്ക് കയറാനും ഇറങ്ങാനൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു ഹാർബറും സമീപത്തുള്ള പള്ളിയും അവിടുത്തെ വീടുകളും എല്ലാ ഹാർബറും പള്ളിയുണ്ടാവും. ഒന്നോ രണ്ടോ പള്ളികളുണ്ടാവും. ഒന്നോ രണ്ടോ ക്രിസ്ത്യൻ പള്ളികളുണ്ടാവും. ആ പള്ളികളും സമീപത്തെ വീടുകളും മറ്റുമൊക്കെ ആയിട്ട് ഒരു പ്രത്യേക രീതിയിലായിരിക്കും എല്ലാ ഫിഷിംഗ് വില്ലേജുകളും സ്ഥിതി ചെയ്യുന്നത്. അത് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും എവിടെ പോയാലും എനിക്ക് തോന്നുന്നു അങ്ങനെ അത്തരത്തിലാണെന്ന് തോന്നുന്നു. ഈ ഒരു സ്ഥലത്തിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും യഥാർത്ഥ തെറിക്കാടെന്ന് പറഞ്ഞ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ തിരുച്ചെന്തൂരിൽ നിന്നും കുറച്ചൊരു 12 കിലോമീറ്റർ മാറിയാണ്. ഇതിപ്പോൾ നമ്മൾ കന്യാകുമാരിയിൽ നിന്നും തിരുച്ചെന്തൂരിലേക്കുള്ള വഴിയിൽ തിരുച്ചെന്തൂർ എത്തുന്നതിന് ഏകദേശം ഒരു 45 കിലോമീറ്റർ മുമ്പ് നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയാൽ കാണാം. മാപ്പ് നോക്കിയാൽ ഈ കോസ്റ്റൽ ഏരിയ മാത്രമായിട്ട് ഈ സൈഡിൽ നോക്കിയാൽ മതി. ഇങ്ങനെ ചുമന്ന് കിടക്കുന്ന കാണാം. അതാണ് മെയിൻ സംഭവം. നീണ്ടു വരുന്ന കിടപ്പുണ്ട്. എന്നാലും മെയിൻ ആയിട്ടുള്ള ഏരിയ വരുന്ന തിരുച്ചെന്തൂരിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറിയായിട്ട് വരുന്നത്. അവിടെയാണ് നമുക്ക് ശരിക്കും മരങ്ങളൊന്നും ഇല്ലാതെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് മരങ്ങളും അതേപോലെ തന്നെ പച്ചപ്പും ബുഷസ് ഒക്കെ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. ശരിക്കും പണ്ട് പുരാതന കാലം മുതൽ മറൈൻ സെഡിമെന്റ്സും ഡെപ്പോസിറ്റ്സും പിന്നെ ധാരാളം മിനറൽസും പിന്നെ കുറെ ധാതുക്കളൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ ധാതുക്കളൊക്കെ ഇവിടുത്തെ മണ്ണിലുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ കടലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ കടൽ തീരത്ത് വെള്ള കളറിലെ ചാര കളറിലെ മണ്ണല്ലേ, പക്ഷെ ഇവിടത്തെ കടലില് നമുക്ക് റെഡ് കളറിലെ മണ്ണാണ് കടൽ തീരത്ത്. ഒരു ബ്രൗണിഷ് കളറിലെ മണ്ണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കടൽ തീരത്ത് പോലും. അപ്പൊ ആ കടൽ തീരത്തും സമീപത്തുള്ള ഏകദേശം ഒരു 10-15 കിലോമീറ്റർ വരുന്ന ചുറ്റളവിലും കംപ്ലീറ്റ് റോഡിന്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം ഇതുപോലെയുള്ള ചുവന്ന മണ്ണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചുവന്ന മണ്ണെന്ന് പറയുന്ന ആ ഒരു ഏരിയ ഭാഗത്ത് ഇതുപോലെ ചുവന്ന, പക്ഷെ ഇത്രയും ചുവപ്പില്ല. അത് ചെങ്കല്ലുണ്ടാക്കുന്ന ഏരിയ. അവിടെ ഈ പറഞ്ഞ പോലെ മിനറൽസിന്റെ ധാരാളം സാന്നിധ്യമുണ്ട്. പക്ഷെ ഇവിടെ കടൽ തീരത്ത് സത്യം പറഞ്ഞാല് ശരിക്കും പണ്ട് ഇവിടെ സാൻഡ് ഡ്യൂൺസ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഇവിടുത്തെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബുഷസ് ഒക്കെ നട്ടു വളർത്തി ഈ സാൻഡ് ഡ്യൂൺസിനെ ഇവിടുത്തെ ആ ഒരു കംപ്ലീറ്റ് താളം തെറ്റിച്ചു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും ചുവന്ന ഡെസേർട്ടിന്റെ റെഡ് ഡെസേർട്ടിന്റെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാഴ്ചകളായിരിക്കും. ഇവിടെ ഫിഷിംഗ് നെറ്റ് ഇല്ല, കടലിൽ ഫിഷിംഗ് നെറ്റ് ഉപയോഗിക്കില്ല കേട്ടോ. അത് ലേക്കിൽ മാത്രമേ ഫിഷിംഗ് നെറ്റ് ഉപയോഗിക്കുള്ളൂ. ഇവിടെ ഫിഷിംഗ് ബോട്ടും ഫിഷർമാനെ ഒക്കെ കാണാം. ചെരുപ്പിട്ടിട്ട് വാ. ഇതൊക്കെയാണ് ഫിഷർമാന്റെ ബോട്ട് കണ്ടോ. നമുക്ക് ഫിഷർമാന്റെ വല കാണാൻ പോവാം. ബാ. അത് വെച്ചിട്ടാണ് അവര് മീൻ പിടിക്കാൻ പോകുന്നത്. ബാ, ഇത് വെച്ചിട്ടാണ് ഇവര് മീൻ പിടിക്കുന്നത്. ഒരു വല റെഡിയാക്കുന്ന കണ്ടോ നീ? ഇവിടെ ഇവര് ഈ ഒരു വല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ വലയുണ്ട്. ആ വലയൊക്കെ ഇവർ ഈ മത്സ്യബന്ധനത്തിന് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിന് പിന്നെ അടുത്ത ഇതിന് വേണ്ടി ഈ വലയൊക്കെ റെഡിയാക്കണമല്ലോ. അതിന്റെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഫിഷർമാന്റെ വലയാണിത്. ഈ കിടക്കുന്നതൊക്കെയാണ് ഫിഷിംഗ് ബോട്ട് കണ്ടോ ഋഷി. ഇത് ഈ വല എടുത്തിട്ട് ഇവർ ഈ കാണുന്ന ബോട്ടിൽ കയറ്റിക്കൊണ്ട് കടലിൽ പോവും. കടലിൽ പോയിട്ട് എന്ത് ചെയ്യും? ആ വല കടലിൽ വിരിച്ചിട്ട് ഫിഷിനെ പിടിക്കും. ആ കൊണ്ടിരുന്ന ഫിഷാണ് നമ്മളൊക്കെ മമ്മം ചെയ്യുന്നത്, അറിയാവോ? പിന്നെ ഫിഷിംഗ് നെറ്റ് കടലിലില്ല. ഇവിടെ ഫിഷിംഗ് ചെയ്യാനായിട്ട് ഇത് നെറ്റും കൊണ്ട് കടലിൽ ബോട്ടിൽ കയറി പോകും കേട്ടോ. അത് വേറെ പരിപാടിയാണേ. ഇവിടെ ഈ കടലിന്റെ ചുറ്റിനും ഇവര് ഇത്തരത്തിൽ ഈ പാറക്കെട്ട് വെച്ചിരിക്കുന്ന കണ്ടില്ലേ, അത് അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു തെര പോലും അടിക്കാതെ ഇവർക്ക് ഈ ബോട്ടൊക്കെ ഇവിടെ കൊണ്ട് റെഡിയാക്കാൻ സാധിക്കുന്നത്. ശരിക്കും ഈ തുറമുഖങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹാർബറുകൾ
ഫിഷിംഗ് ഹാർബറുകൾ എന്ന് പറയുന്നത് ഇതുപോലെയായിരിക്കും. അതായത് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ എടുത്തുകൊണ്ട് പോകുന്നതിനും കൊണ്ടുവരുന്നതിനും വേണ്ടിയൊക്കെയാണ് ഇത്തരത്തിൽ റെഡിയാക്കി വെക്കുന്നത്. കാല് കഴുകണോ? വേണോ? എന്താ വെള്ളത്തില്ല, നിങ്ങൾ കാല് കഴുകുക. എന്നിട്ട് ബോട്ടിലും കൂടെ തൊട്ടോ, പതുക്കെ തൊടണേ. അയ്യോ, തോട് 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 തള്ളി വിട്, ബോട്ട് തള്ളി വിട്. കെട്ടിയിട്ടിരിക്കുക അവിടെ, തള്ളി വിട്ടോ. ഋഷി ബോട്ട് തള്ളിയോ? അയ്യോ, ഋഷി ബോട്ട് തള്ളി നോക്കിയ ശ്വേതാ, കേട്ടോ, അടിപൊളി. ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് ഒരു ബോർഡ് കണ്ടു, അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ബോർഡ് കണ്ടു. ഒരു ഫിഷിംഗ് വില്ലേജിലേക്ക് ഞങ്ങൾ വീണ്ടും കയറിയിരിക്കുകയാണ്. മോനെ, ഇത് അടിപൊളി സെറ്റപ്പ്. എന്ത് കടൽപ്പാലം ഉണ്ട് അവിടെ, കടൽപ്പാലം. താഴെ നമുക്ക് ആൾക്കാർ വണ്ടിയൊക്കെ കൊണ്ട് കടൽ തീരത്ത് കൊണ്ടിട്ടിട്ട് അവിടെ ഇറങ്ങി കുളിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അങ്ങ് മുകളിലൊരു പള്ളിയും ലൈറ്റ് ഹൗസും ഉണ്ട്, അതിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഈ കാണുന്ന ലൈറ്റ് ഹൗസും അതേപോലെ തന്നെ അതിൻ്റെ പുറകിലുള്ള പള്ളിയും. മണപ്പാടെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. മണപ്പാട് ലൈറ്റ് ഹൗസ് ആണ് കാണുന്നത്. ഇത് അതിൻ്റെ പുറകിലത്തെ പള്ളി. ഇവിടെ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കണ്ടു. ഏകദേശം കടലിലേക്ക് 1 കിലോമീറ്ററോളം നീളത്തിൽ ഇവിടെ ഒരു പാലം പണിത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു മറൈൻ പ്രോജക്റ്റ് ബ്രേക്ക് വാട്ടർ ബ്രിഡ്ജ് എന്നാണ് കണ്ടത്. ഒരു കോൾ ജെട്ടിന്നോ അങ്ങനെ എന്തോ പറഞ്ഞ എന്തൊരു സംഭവം കണ്ടു. അവിടെ ഒരു ആണവ നിലയം പോലത്തെ ഒരു സംഭവമൊക്കെ എനിക്ക് കാണാം. അവിടെ ഒരു ലൈറ്റ് ഹൗസ് പോലത്തെ സംഭവങ്ങളൊക്കെ കാണാം. പക്ഷെ അതൊക്കെ എന്താണെന്ന് എനിക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ ചിലപ്പം ആ ഭാഗമൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഡ്രോണൊന്നും പറത്തുന്നില്ല. ഇവിടെ താഴെ നമുക്ക് ആളുകളൊക്കെ ഇവിടെ എൻജോയ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ഗ്രാമത്തിൽ 2-3 മനോഹരമായിട്ടുള്ള പള്ളികളൊക്കെ ഉണ്ട്. സംഭവമൊക്കെ അടിപൊളിയാണ്. മൊത്തത്തിൽ നിഗൂഢതകൾ നിറഞ്ഞ സ്ഥലമാണ്. എന്താ അവിടെ ഒന്നുമില്ല. അവിടെ ഈ കാണുന്ന കടലൊക്കെ ഉള്ളു. നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം. നമുക്ക് തിരുച്ചെന്തൂര് പോവാം. അതായത് കപ്പൽ വന്ന് നിർത്തിയിട്ട് കോൾ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള എന്തെങ്കിലും സിസ്റ്റം ആയിരിക്കും. അപ്പൊ എന്തോ ഒരു പവർ പ്ലാന്റ് ആണ് അവിടെ വരുന്നത്. അത് ഡെവലപ്മെന്റ് നടക്കും, അത് തുടങ്ങിയിട്ടില്ല. അപ്പൊ ഈ ഭാഗത്ത് മൊത്തം ന്യൂക്ലിയർ പവർ പ്ലാന്റും തെർമൽ പവർ പ്ലാന്റും അങ്ങനത്തെ പരിപാടികളൊക്കെയാണെന്ന് തോന്നുന്നു മൊത്തത്തില്. അങ്ങനെ ഫുൾ നിഗൂഢതകൾ നിറഞ്ഞ സ്ഥലമാണ് കേസ് ഇതൊക്കെ. ഈ സംഭവമൊക്കെ കൊള്ളാം കേട്ടോ ഇവിടെ. പക്ഷെ നമുക്ക് സംഭവം വലിയ തരയും കാര്യങ്ങളൊന്നും ഇല്ല. വേണമെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി കുളിക്കാവുന്നതാണ്. നമുക്ക് ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങണ്ട, ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങാനുള്ള മൂടല്ല. ആ പള്ളിയൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ എല്ലാം അടിപൊളി സെറ്റപ്പാണ്. അങ്ങനെ നമ്മള് മുന്നോട്ട് തിരുച്ചെന്തൂര് ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കിനും നമുക്കത് മുന്നിൽ കാണാട്ടോ. ഇത് ഭയങ്കര വലിയ സംഭവം കേട്ടോ. നമ്മൾ ഈ വരുന്ന വഴിക്ക് ഇതെന്താ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഉദൻകുടി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഉദൻകുടി തെർമൽ പവർ പ്ലാന്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് തമിഴ്നാട്ടിലെ ഇലക്ട്രിസിറ്റി ദാരിദ്ര്യമാണല്ലോ ശരിക്കും ഇവിടെ. അങ്ങനെ ആ ഇലക്ട്രിസിറ്റി ദാരിദ്ര്യം മറികടക്കുന്നതിന് വേണ്ടി ഇവിടെ കൂടംകുളം വൈദ്യുതി നിലയമുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് കൂടംകുളത്തിന്റെ മുമ്പിൽ കൂടെയാണ് നമ്മൾ വന്നത്. കൂടംകുളം വൈദ്യുതി നിലയമുണ്ട്. അത് ആണവ നിലയമാണ്. അതായത് ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റ് ആണ് കൂടംകുളത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ശരിക്കും റഷ്യൻ ന്യൂക്ലിയർ ഇതുമായിട്ട് ചേർന്ന് സംയോജിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ ന്യൂക്ലിയർ കോർപ്പറേഷന്റെ കീഴിലുള്ള ഒരു വൈദ്യുതി നിലയമാണ്. അത് കന്യാകുമാരിക്ക് തൊട്ടടുത്താണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഉദംകുളം എന്ന് പറയുന്നത് ശരിക്കും തിരുച്ചെന്തൂരിന് അടുത്തായിട്ട് വരും. തിരുച്ചെന്തൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മുൻപായിട്ടാണ് ഈ ഒരു പ്രൊജക്ട് വരുന്നത്. ഉദംകുടി. അപ്പം ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസമോ മറ്റോ ഇതിന്റെ ഉദ്ഘാടനമാണെന്നാണ് എനിക്ക് വായിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഇത് ശരിക്കും ഇന്ത്യയിലെ തന്നെ ലോങ്ങസ്റ്റ് കോൾ ജെട്ടി ഉള്ള സ്ഥലം. ആ കോൾ ജെട്ടിയാണ് ഞാൻ നേരത്തെ പോയ പള്ളിയിൽ അവിടെ നിന്ന് കണ്ടത്. 8 കിലോമീറ്റർ വരുന്ന നീളത്തിലാണ് കടലിലേക്ക് കോൾ ജെട്ടി നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 8 കിലോമീറ്റർ വരുന്ന കോൾ ജെട്ടിയിൽ എനിക്ക് കോൾ ജെട്ടി എന്ന് പറയുന്നത് ഈ കോള് എനിക്ക് തോന്നുന്നു ഈ കൽക്കരി കപ്പലിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതിനും കയറ്റുന്നതിനും വേണ്ടിയുള്ള സ്ഥലം. അപ്പൊ കപ്പൽ അത്രയും ദൂരം കൊണ്ട് നിർത്തിയിട്ടായിരിക്കും കോള് കപ്പലിൽ നിന്നും ഇറക്കുന്നത്. എന്നിട്ട് അത് നമ്മളിപ്പോ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്ത് കൂടെ ഈ ഒരു പ്ലാന്റിലേക്ക് കൊണ്ടുവരികയും അതിവിടെ പ്ലാന്റിൽ കൽക്കരി ആ ഫർണസിലൂടെ കത്തിച്ച് ആണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. അപ്പൊ അതാണ് ഇവിടുത്തെ പുതിയ പവർ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതൊരു പുതിയ പ്രൊജക്റ്റ് ആണ്. ആ ഒരു പ്രൊജക്ടിന്റെ വർക്ക് ഇവിടെ അന്തിമഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഒരു കന്യാകുമാരിയിൽ നിന്നും തിരുച്ചെന്തൂര് ഭാഗത്തേക്ക് റോഡിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കും. ഞങ്ങളിവിടെ ഡീസൽ അടിക്കാൻ കയറിയതാണ്. ഡീസൽ 93 രൂപ പെർ ലിറ്റർ. പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി എന്തോ എടുത്തോണ്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എന്തോ എടുത്തോണ്ട് വരാം, വെള്ളം വല്ല ഫ്രീ ഉണ്ടാവും, എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. വെള്ളം എടുത്തോണ്ട് വരുന്നിട്ടുണ്ട് പുള്ളി. താങ്ക് യു. അതുകൊള്ളാലോ. ടീ മുത്തു അക്വാ. അങ്ങനെ നമ്മൾ തിരുച്ചെന്തൂർ എത്തിയിരിക്കുകയാണ്. തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ പവിത്രവും മനോഹരവുമായ പട്ടണം എന്നാണ് അർത്ഥം. ഈ കാറിൽ വരുന്ന ആൾക്കാർക്ക് ഒട്ടും ഫ്രണ്ട്ലി അല്ല തമിഴ്നാട്ടിലെ പല ഡെസ്റ്റിനേഷൻസും. അതായത് ഭയങ്കര പ്രശ്നമാണത്. ഇതിലേ പോകത്തില്ല. കോവിൽ പാർക്കിംഗ് அந்த சைடு போனோமா? இந்த பக்கம் இல்ல, இந்த பக்கம் பார்க்கிங் வேலை நடந்துட்டு இருக்கனால. ஓகே.
ഓക്കെ ഓക്കെ, അവരുടെ പുറകെ പോയിക്കോ പിടിച്ചിട്ട്. അവിടെ എന്തോ പണി നടക്കുന്നതാണ്. ഇവിടെ ഒന്നും പാർക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടിയില്ല കേട്ടോ. ഈ സ്ഥലത്ത് എല്ലായിടത്തും നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കന്യാകുമാരി പോയപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഒരു സ്ഥലത്തും മര്യാദയ്ക്ക് പാർക്കിംഗ് കിട്ടത്തില്ല. നമ്മളിപ്പോൾ ഏതോ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പൈസ പിരിവ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് മാത്രം എല്ലായിടത്തും ഉണ്ട് കറക്റ്റായിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ക്ഷേത്രത്തിന് 1 കിലോമീറ്റർ ഇപ്പുറത്ത് മാറിയിട്ട് നമുക്കിവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് കിട്ടി. അങ്ങോട്ടേക്ക് എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്ന കാരണം പോകാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരാൾ ആടിന്റെ പുറകെ പോകുന്നുണ്ട്. ആട് പിടിച്ച് കുത്തം, ഇങ്ങോട്ട് വാ, ഇവിടെ വേണം. പാർക്കിംഗ് ഫീ 50 രൂപ. പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് 80 രൂപ കൊടുത്ത് നമ്മൾ ഒരു ഓട്ടോയിൽ കയറി. ഓയ്, ഇത് എവിടെ ഇരിക്കുന്ന ഋഷി? അവിടെയാണോ? അത് ഈ കിഡ്സിന്റെ സീറ്റ് ആണല്ലേ? പിടിച്ചോടാ, പിടിക്കണാടാ. ആ ശരിയാ, ചിലപ്പം ഇവിടെ ഇരിക്കും 3 പേര്, 6 പേര് ഇരിക്കും. അവിടെ ഉണ്ടോ? അടിപൊളി, 6 പേർ ഇരിക്കാവുന്ന സീറ്റാ. ഇവിടെ മറ്റേ നമ്മുടെ KTDC പോലെ തന്നെ തമിഴ്നാട് TTDCയുടെ ഹോട്ടലൊക്കെ ഉണ്ട് തിരുച്ചെന്തൂര്. ഇവിടെ ബീച്ച് സൈഡിൽ തന്നെ. ഇവിടെ ആളുകള് ദൂരെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന വഴിയാണ് ഈ കാണുന്നത്. നമ്മൾ ഓട്ടോ എടുത്താലും അമ്പലത്തിന്റെ തൊട്ട് മുമ്പിൽ തന്നെ അവര് നമ്മളെ കൊണ്ടുവിടും. അതാണ് നമ്മുടെ സ്ഥലം. നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ ധാരാളം ആളുകൾ വന്ന് അതും ഇതും വേണമെന്ന് പറഞ്ഞ് പൊതിയും. ഇവിടെ ഹോട്ടൽ മണി അയ്യർ എന്നും പറഞ്ഞുകൊണ്ടൊരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുത്തെ മീൽസ് ഭയങ്കര ഫേമസ് ആണെന്ന് ശ്വേത പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാൻ, കാരണം ഋഷിക്ക് വിശക്കുന്നുണ്ട്. നമ്മളിവിടെ അകത്ത് കയറി. അകത്ത് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള എല്ലാ ഭഗവാന്മാരുടെയും ഭഗവതിമാരുടെയും ഒക്കെ ഫോട്ടോസ് ഇവിടെ അമ്പലത്തിനകത്ത്, അമ്പലമല്ല ഹോട്ടലിനകത്ത് വെച്ചിട്ടുണ്ട്. അമ്പലം പോലെ തന്നെയാണ് ഹോട്ടല്. യെസ്, ചിരിക്കണ്ട. അപ്പോൾ നമ്മൾ ടോക്കൺ എടുക്കണമെന്ന് പറഞ്ഞ് ശ്വേത ടോക്കൺ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 140 രൂപയാണ് ഒരു ഊണിന്. 140 രൂപ, 3 എണ്ണം 420 രൂപ. അപ്പോൾ ഇലയൊക്കെ കൊണ്ടുവച്ച് പപ്പടം തന്ന്, വലിയ പപ്പടമൊക്കെ തന്ന്, പൊരിയല്, പിന്നെ കറി, അങ്ങനെ സംഭവങ്ങൾ. ഋഷി അത് വേണ്ട ഇത് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നല്ല വെള്ള അരി ചോറ്, പിന്നെ ഇത് തക്കാളി കറിയാണ്, പിന്നെ ഇത് എന്തോ ഒരു കറി, അതും തക്കാളി കറിയാണ്, പിന്നെ ഇത് ബീൻസ് അല്ല പയറോ എന്തോ സാധനമുള്ള പൊരിയല്, പിന്നെ സാമ്പാർ. ഋഷിനെ അവരെല്ലാം വഴക്ക് പറയുന്നുണ്ട് കേട്ടോ, നമ്മൾ ബഹളം ഉണ്ടാക്കരുതെന്ന് കേട്ടോ. അവനൊരു എല്ലാം സെപ്പറേറ്റ് കൊടുക്കാതിരുന്നത് ഇഷ്ടപ്പെട്ടില്ല, നാളെ കാര്യം. ഇത് പൊളി കേട്ടോ, തക്കാളി കറി സൂപ്പർ അല്ലേ? ഇല്ല, അവർക്ക് ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കഴിച്ചു കഴിയാറായപ്പം കാരക്കുഴമ്പ് കൊണ്ട് തന്നു. യാതൊരു രക്ഷയില്ല, അത് കിടലും ടേസ്റ്റ്. ശ്വേതയുടെയും ഋഷിയുടെയും എല്ലാം നോക്കി, ഞങ്ങളുടെ എല്ലാം നോക്കി, അമ്മിയുടെ എല്ലാം നോക്കി, എല്ലാവരും നക്കി വെച്ചിട്ടുണ്ട്. കിടുവായിരുന്നു കേട്ടോ. നക്കി വെച്ച് ആ രസവും മോരും കൂടെ കിട്ടി, അതും കുടിച്ചു. നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ശരിക്കും ഇത് ചോറ് കഴിക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന, പക്ഷെ ആ ചോറ് ഒരു രക്ഷയില്ലാത്ത ടെംപ്റ്റിംഗ് ആയിപ്പോയി. വയറൊക്കെ നിറഞ്ഞ്. നമ്മുടെ പഴനി കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മുരുകൻ്റെ ക്ഷേത്രമാണ് ഈ തിരുച്ചെന്തൂരിലെ ഈ ക്ഷേത്രം. എന്നാണ് നമ്മുടെ നാട്ടിലെ തീർത്ഥാടന കേന്ദ്രങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒക്കെ ഒന്ന് കുറച്ച് വൃത്തിയായി വരുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് അടിപൊളിയാണല്ലോ. ഇവിടൊക്കെ എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുകയാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം എന്ന് പറയുന്നത്. ഇവിടെ മുല്ലപ്പൂ വിൽക്കുന്ന കുറേ സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് മുടിയിൽ ചൂടുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. ചെന്നൈ സിൽക്സ് അല്ലേ? ചെന്നൈ സിൽക്സിന്റെ ഫ്രീ വാട്ടർ ഡിസ്പെൻസിങ്. ഞാനും അതാ ലോഗോ കൊണ്ട് ആർക്കും ചെന്നൈ സിൽക്സ് ആണെന്ന് അറിയാൻ പറ്റും. ചെന്നൈ സിൽക്സിന് പ്രത്യേകിച്ച് വേണ്ട. ചെന്നൈ സിൽക്സിന്റെ സൗജന്യ വാട്ടർ കുടിവെള്ള ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഇങ്ങനെ ഓരോന്ന് തിരുന്ന് മുറക്കി വെച്ചോണ്ടിരിക്കുകയാണ്. കാരണം അതുപോലെ ചൂടാ, എങ്ങനെ കുടിവെള്ളം കുടിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല തിരക്കാണ് അകത്ത് കയറാനായിട്ടൊക്കെ. അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതിന്റെ അതിമനോഹരമായിട്ടുള്ള ഓരോ ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ പുറത്തെ ആംബിയൻസ് ഒക്കെ നോക്കി, ആളുകളൊക്കെ താഴെ ഇരിക്കുകയാണ്, കണ്ടില്ലേ? ഇങ്ങനെ ഇരിക്കുകയാണ് ഇവരൊക്കെ. നമ്മുടെ അവിടെ നിന്ന് ആകെ ഡയറക്റ്റ് ഉള്ള വണ്ടി പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസ്സാ, പളനി വഴി. പകലോ രാത്രിയോ? പകല്, ഡേ വണ്ടി. അത് ഉച്ച കഴിഞ്ഞെങ്കിൽ 3:30 ഇവിടെ എത്തുമോ പാലക്കാടെന്നോ? പിന്നെ അല്ലെങ്കിൽ വരണമെങ്കിൽ തിരുനെൽവേലി വന്നാല് തിരുനെൽവേലിയിൽ ചെയിൻ സർവീസ് ഉണ്ട് ട്രെയിനിന്റെ. തിരുനെൽവേലി തിരുച്ചെന്തൂർ പാസഞ്ചർ എന്ന് പറഞ്ഞാൽ. കന്യാകുമാരി എന്ന് പറഞ്ഞെങ്കിൽ കന്യാകുമാരിന്ന് 100 കിലോമീറ്റർ ഉണ്ട്. ബസ് നിയർ ബൈ തൂത്തുക്കുടിയൊക്കെ ഇവിടെ അടുത്താണ്. തൂത്തുക്കുടി എന്നൊക്കെ ബസ് കിട്ടുമായിരിക്കും. ഇതൊക്കെ അകത്ത് കയറാനുള്ള ക്യൂ ആണ്. തിരക്ക് കണ്ടോ? എന്തുവാടേ ഇത്?
പളനിയുടെ അപ്പുറം കേട്ടോ. ഇത് ഫ്രീ ദർശനത്തിനുള്ള ക്യൂ ആണ്. ആ ഒരു കോംപ്ലക്സിനകത്തൂടെ കയറി വേണം പോകാനായിട്ട്. ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് അന്നദാനം കഴിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ക്ഷേത്രത്തിൽ അന്നദാനമുണ്ട്. അതിനിടയ്ക്ക് ധാരാളം കച്ചവടക്കാരുണ്ടാവും. കുപ്പിവെള്ളം വിൽക്കുന്നവർ, കൈരേഖ നോക്കുന്നവർ, പിന്നെ ഇതുപോലെ കടലയും അതേപോലെ തന്നെ സമോസയൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാർ, പൂക്കൾ വിൽക്കുന്നവർ. അകത്ത് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതൊക്കെ ഇവിടെ വെച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഈ പഴനിയിലൊക്കെ പോയി മുട്ടയടിക്കുന്ന പോലെ ഇവിടെ വന്നിട്ടും ആളുകൾ മുട്ടയടിക്കും. അതിനുള്ള സ്ഥലങ്ങളും പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അന്നദാനം സ്ഥലമാണ് ഈ കാണുന്നത്. പിന്നെ അതിന് മുമ്പിൽ 100 രൂപയുടെ സ്പെഷ്യൽ ദർശനം ഇവിടെയുണ്ട്. അതായത് നമുക്ക് ഫ്രീ ദർശനം എന്ന് പറയുന്നത് കുറേ അധികം ടൈം എടുക്കുന്ന സംഭവമായിരിക്കും. അപ്പോൾ അതിന് പകരം 100 രൂപ കൊടുത്താൽ സ്പെഷ്യൽ ദർശനം സ്പെഷ്യലായിട്ട് പോയി ഭഗവാനെ കാണാൻ സാധിക്കും. അങ്ങനത്തെ അത് തമിഴ്നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ആയിരങ്കാൽ മണ്ഡപം പോലത്തെ ഒരു വലിയൊരു മണ്ഡപം ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്തൊന്നും ആൾക്കാരെ കയറ്റില്ല, ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പക്ഷെ അതൊന്നും മനസ്സിലാവുന്നില്ല. പണ്ട് ഞാൻ വന്നപ്പോ 13-12 വർഷം മുമ്പ് ഇപ്പൊ ഫുള്ള് റിനോവേറ്റ് ചെയ്തോണ്ടിരിക്കുകയാന്ന് തോന്നുന്നു. എനിക്ക് ഒന്നും മനസ്സിലാവും. എടാ, നീ കണ്ട ഡ്രോൺ വിഷ്വൽസ് ഒക്കെ എവിടെ നിന്ന് എടുത്താടാ? എങ്ങനെ എടുത്താടാ? അറിയില്ല, ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട് ഇഷ്ടം പോലെ. ആടാ ഈ ഗോപുരമില്ലേ, അവിടെ നിന്ന് മേളിൽ നിന്ന് എടുക്കുന്നത് അല്ലേ? അടിപൊളി. നമുക്ക് നോക്കാം. എന്തോരം പഴക്കളയാ കടയിൽ തൂക്കിയിട്ടിരിക്കുന്നത്. ആ എന്താ വേണ്ട? ടോയോ? ബാബാ വണ്ടിക്കകത്തോണ്ട് ടോയ്. ബാ, പഴം വേണോ ഋഷി? വേണോ? പഴം വേണോ? പഴം വേണ്ട, ഒരു ടോയ് മതി. ഞങ്ങൾ തിരിച്ച് നടക്കാൻ തീരുമാനിച്ചു. കാരണം ഭക്ഷണം കഴിച്ചതൊക്കെ ദഹിക്കണമല്ലോ. മുരുകന്റെ 6 വാസസ്ഥലങ്ങളിൽ രണ്ടാമത്തതാണ് നമ്മുടെ തിരുച്ചെന്തൂരിലുള്ള ഈ ഒരു ക്ഷേത്രം എന്നാണ് പറയുന്നത്. ശരിക്കും നമ്മുടെ ബേ ഓഫ് ബംഗാളിനെ നോക്കി കടലിനോട് വളരെ ചേർന്ന് ലിറ്ററലി കടലിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്ര കോമ്പൗണ്ട് വളരെ വലിയ കോമ്പൗണ്ടാണ്. ധാരാളം മെയിൻ്റനൻസ് വർക്കുകളും ബാക്കിയുള്ള പല പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ സമീപമുള്ള കടലിടിച്ച് കയറി വന്ന് ക്ഷേത്രത്തിനും ബാക്കിയുള്ള സ്ഥലങ്ങൾക്കും ഒന്നും കേടുപാടുകൾ ഉണ്ടാവാതിരിക്കാനായിട്ട് വളരെ മനോഹരമായിട്ട് അതിർത്തിയൊക്കെ സംരക്ഷിച്ച് കടൽ ഭിത്തികളൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ശിവന്റെയും പാർവതിയുടെയും പുത്രനായിട്ടുള്ള മുരുകൻ ശൂരപത്മൻ എന്ന ഒരു അസുരനെ കീഴടക്കിയ സ്ഥലമാണ് ഇതെന്നാണ് വിശ്വാസം. അവിടെയാണ് ഈ ഒരു ക്ഷേത്രം പണി കഴിക്കപ്പെട്ടത്. ക്ഷേത്രത്തിന്റെ മുമ്പിലായിട്ട് നമുക്ക് ഏകദേശം 157 അടി ഉയരമുള്ള ഒരു 9 നിരയുള്ള ഗോപുരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ പ്രധാന പ്രവേശന കവാടം തെക്ക് ഭാഗത്തായിട്ടാണുള്ളത്. 1646 നമ്മുടെ പോർച്ചുഗീസുകാരായിട്ടുള്ള യുദ്ധകാലത്ത് അന്നത്തെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ഒരു തിരുച്ചെന്തൂരിലെ മുരുകൻ ക്ഷേത്രം കൈവശപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അന്ന് പ്രദേശവാസികൾ എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു ക്ഷേത്രം മോചിപ്പിക്കാൻ ശ്രമിച്ചതും പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന നായിക് ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം ഡച്ചുകാര് ക്ഷേത്രം വിട്ടു പോയി എന്നൊക്കെ പറഞ്ഞൊരു കഥയുണ്ട്. ശരിക്കും അന്ന് അവർ പോകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കൂട്ടുലോഹം ഉപയോഗിച്ച് നിർമ്മിച്ച 2 ഉത്സവമൂർത്തികളുടെ വിഗ്രഹവും അടിച്ചുകൊണ്ടാണ് അവരന്ന് പോയത്. അന്ന് പോകുന്ന സമയത്ത് കടലിൽ അവരുടെ യാത്രക്കിടെ ശക്തമായ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാവുകയും ഈ വിഗ്രഹം മോഷ്ടിക്കുന്നതിൽ തെറ്റവർ മനസ്സിലാക്കി അവർ അന്ന് ആ വിഗ്രഹം കടലിന് നടുവിൽ ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നീട് മുരുകന്റെ കടുത്ത ഭക്തനായ വടമലിയപ്പ പിള്ള എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് സെന്തിലാണ്ടവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് വിഗ്രഹം ഉപേക്ഷിക്കപ്പെട്ട കടലിലെ സ്ഥലം വെളിപ്പെടുത്തിയെന്നും അദ്ദേഹം മത്സ്യബന്ധന ബോട്ടിൽ സ്ഥലത്തെത്തിയിട്ട് 1653 വിഗ്രഹം വീണ്ടെടുത്ത് ക്ഷേത്രത്തിനുള്ളിൽ വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഇവിടുത്തെ കഥകൾ പറയുന്നത്. ഈ ഒരു കഥ വർണ്ണിക്കുന്ന ചിത്രങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ കാണാൻ സാധിക്കും എന്നും പറയുന്നുണ്ട്. എന്നാലും കടൽ തീരത്തുള്ള വളരെ മനോഹരമായിട്ടുള്ള അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുച്ചെന്തൂരിലുള്ള ഈ ഒരു മുരുകന്റെ ക്ഷേത്രം. അങ്ങനെ ക്ഷേത്രം ഞങ്ങൾ പുറത്തു നിന്ന് കണ്ടു, മുകളിൽ നിന്ന് കണ്ടു, പല ഭാഗത്തു നിന്നും കണ്ടു. അകത്ത് കയറിയില്ല, ഭയങ്കര തിരക്കാണ്. തിരക്കിനിടയ്ക്ക് അങ്ങോട്ട് കയറാൻ തോന്നിയില്ല. സോ നൗ വി ആർ ഹെഡിങ് ടു തെറിക്കാട്, ദ റിയൽ തെറിക്കാട്. ഇത് ഏതൊരു പള്ളി എന്തെന്ന് TNDT പ്രൈമറി സ്കൂൾ. അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ വേണം നമുക്ക് നമ്മുടെ തിരുക്കാട് എന്ന് പറയുന്ന ഒരു റെഡ് ഡെസേർട്ട് കാണാൻ വേണ്ടി പോകാനായിട്ട്. തിരുച്ചെന്തൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ. അതിൻ്റെ കറക്റ്റ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ തരാം. ഇവിടെ ഈ ഡെസേർട്ടിനുള്ളിൽ ഒരു അമ്പലമുണ്ട്, അവിടെ വരെ നമുക്ക് പോകാൻ പറ്റും. ആ റൂട്ടിലാണ് നമുക്ക് ഈ ഒരു ഡ്യൂൺസ് ഇല്ല ഈ ഒരു മെയിൻ ഏരിയ കാണാൻ പറ്റുന്നത്. ഇവിടെ മൊത്തം ആടാടാ റിഷോ, തൊടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കയറിയപ്പോൾ തന്നെ ഇവിടുത്തെ ആ ഒരു സാൻഡിൻ്റെ കളറ് മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് നടുവിലായിട്ട് നമുക്ക് ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വാവ്, ഇത് രക്ഷയില്ലല്ലോ. ഇവിടെ നിറച്ച ആടാണല്ലോ.
ഋഷ നിറച്ച ആടാ കണ്ടോ. ഈ കാട്ടിന് നടുവിലെല്ലാം അമ്പലങ്ങളും ഉണ്ട്, കുറെ അമ്പലങ്ങളുണ്ട്. ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളാണ്. ശരിക്കും ഈ ഒരു ഭാഗത്ത് ഈ ഒരു മണ്ണില് നമുക്ക് കൃഷി കാര്യമായിട്ട് നടക്കൂല. ഇവിടെ നിൽക്കുന്ന ഈ പുളിയുടെ മരങ്ങളും പിന്നെ കുറച്ച് ബുഷസും മാത്രമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തുള്ളത്. പിന്നെ കുറച്ച് പനകളും ഉണ്ട്. അതല്ലാതെ വേറെ കാര്യമായിട്ടുള്ള കൃഷിയൊന്നും ഇവിടെ നടക്കത്തില്ല ഈ ഒരു ഏരിയയിൽ. പക്ഷെ ഇതിന് ചുറ്റിനും ബാക്കിയുള്ള സ്ഥലങ്ങളിലുണ്ട്. ഇവിടെ കാണുന്ന ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ ബുഷസ് പോലും ഇവിടെ നട്ടുപിടിപ്പിച്ച ബുഷസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു തെറിക്കാടെന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു വഴി. നമുക്കിങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ചുറ്റിനും ബുഷസും അതേപോലെ തന്നെ വേപ്പ് മരങ്ങളും പിന്നെ പുളിമരങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കാണാൻ സാധിക്കും. റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ. ഇവിടെ വന്ന് ഇതിന്റെ ഏരിയൽ ദൃശ്യം നോക്കിയാൽ മാത്രമേ കറക്റ്റ് അത് മനസ്സിലാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മിനിഞ്ഞാന്ന് എന്തോ ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആ മഴയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ കാണുന്ന പ്രദേശം ശരിക്കും ഒരു സാൻഡ് ഡ്യൂൺസ് പോലെ തോന്നുന്ന അല്ലെങ്കിൽ തോന്നിക്കേണ്ട ഒരു പ്രദേശമായിരുന്നു. അത്രയ്ക്ക് ഡിഫറൻ്റ് ആണ് ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ ഏരിയയും എന്ന് പറയേണ്ടിയിരിക്കുന്നു. ശരിക്കും ഇതുപോലൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം, അതും സൗത്ത് ഇന്ത്യയിൽ ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ കാണുന്നത് തന്നെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രദേശമാണ്. ശരിക്കും ഇതിന് നടുവിൽ ഈ പച്ചപ്പ് ഇവിടുത്തെ സർക്കാർ വെച്ച് പിടിപ്പിച്ചതാണെന്നാണ് പറയുന്നത്. പണ്ട് ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ പറഞ്ഞിരുന്നത് ഇവിടെ സാൻഡ് ഡ്യൂൺസ് ഉണ്ടായിരുന്നു എന്നാണ്. അതായത് അവരൊക്കെ ചെറുപ്പത്തിൽ സാൻഡ് ഡ്യൂൺസിന് മുകളിൽ കയറി കളിക്കുമായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിലൂടെ വരികയാണെങ്കിൽ ഇതിനകത്തേക്കൊന്നും വണ്ടി ഓടിച്ച് കയറ്റാനൊന്നും നിൽക്കേണ്ട. ആളുകൾ അതിലൂടെ അകത്തൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എന്നാലും നമ്മൾ തദ്ദേശീയരല്ല, നമ്മൾ പുറം നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. സോ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് പോവുക എന്നുള്ളതിലുപരിയായിട്ട് ഇവിടെ വേറെ പരിപാടികളൊന്നും ചെയ്യാണ്ടിരിക്കുക. ഭയങ്കര എന്താ പറയുക, മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല വെതറാണെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വിഷ്വൽസും നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ചെറിയൊരു മഴക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. ചെറിയൊരു മൂടാപ്പ് ഈ ഭാഗത്ത് മാത്രം നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് ഇങ്ങനെ ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. എന്തായാലും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ്. മഴ പെയ്യുന്ന നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും അരുൾമികു ശ്രീ കാർക്കുവേൽ അയ്യനാർ ടെമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ടെമ്പിൾ വരും. ഇവിടെ വരെയാണ് നമുക്ക് വരാൻ സാധിക്കുന്നത്. ഈ ഒരു തെറിക്കാടിനുള്ളില് ഇവിടെ വരെയാണ് നമുക്ക് റോഡുള്ളത്. അപ്പൊ ഇവിടെ വരെ വരാൻ സാധിക്കും. ഇവിടെ ആ ഒരു റെഡ് ഡെസേർട്ടിന്റെ എക്കോസിസ്റ്റത്തെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ മൊത്തം ഇത്തരത്തിലുള്ള മരങ്ങൾ നട്ടിരിക്കുന്നതും. ഹലോ ഗൈസ്, നമ്മൾ ഇവിടെ അമ്പലത്തിന്റെ അടുത്തെത്തിയപ്പോഴത്തേക്കിനും ഇവിടെ കംപ്ലീറ്റ് മഴ പെയ്ത് മരുഭൂമി മൊത്തം മഴഭൂമിയായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് നല്ല വിഷ്വൽസ് ഒക്കെ എടുക്കാന്നൊക്കെ കരുതി നോക്കിയതാ, പക്ഷെ ഒന്നും നടപടിയായില്ല. ഇപ്പം ഫുള്ള് ചുവന്ന മണ്ണ് കംപ്ലീറ്റ് ഇപ്പൊ ചെളിയാവും. ബ്രോ ആയി. നമ്മൾ തിരുനെൽവേലി പോയിട്ടുണ്ടോ ഋഷി? തിരുനെൽവേലിയിൽ അലുവ കിട്ടുമോ? അലുവ കേട്ടോ, വാങ്ങിച്ചു തരാമേ. വാങ്ങിച്ചു തരാമേ. ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇവിടെ മൊത്തം ഈ കാണുന്ന വേസ്റ്റും സംഭവങ്ങളും. പിന്നെ അത് മാത്രമല്ല, ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇതിനടിയിൽ മരത്തിനടിയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചതിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു വലിയൊരു പുളിമരമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഇവിടെ മൊത്തം പുളിമരങ്ങളാണ്. അവിടെ ബാക്കിലായിട്ടാണ് ആ കുറേ കാട് പോലെ നിൽക്കുന്ന മരങ്ങൾക്കിടയിലാണ് ശരിക്കും ഇവിടുത്തെ ആ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഈ കാണുന്ന സാൻഡ് ഡ്യൂൺസ് പോലെ കാണുന്ന ഈ ഒരു സ്ഥലത്തിന്റെ മുകളിലേക്ക് പോവാണ് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി. അബി ഇത് കണ്ടോ, ഇത് ശരിക്കും ഉണ്ടല്ലോ, ഇത് ഇത്രയും മണ്ണ് വെള്ളം വീണിട്ടും ഇത് ചെളിയാവുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, കണ്ടല്ലേ? അങ്ങനത്തെ സംഭവം ശരിക്കും മരുഭൂമിയില് വെള്ളം വീഴുന്ന പോലെ തന്നെയാണ് മണലിന്റെ ആ ഒരു, അതെ, മണലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ഈ ഒരു സംഭവത്തിനുള്ളത്. ഇതിന് മുകളിലൂടെ ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്ന ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇതൊരു രക്ഷയിലുണ്ട്. ഇത് ഫോട്ടോ എടുത്തിട്ടേ കളർ ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഭയങ്കര ലെവലാവും. ഋഷിക്ക് ഇഷ്ടപ്പെട്ടോ സ്ഥലം? റെഡ് സോയിൽ കണ്ടോ? ഋഷി അമ്മയും കൂടെ വേഗം നടന്ന്. ഈ മണ്ണിന്റെ കളർ എന്താ ഋഷി? റെഡ് ആണോ? ആണോ? പുളിയല്ലേ? പോളി സ്ഥലമായിരുന്നു ഇത്. കിടുക്കാച്ചി സ്ഥലം അല്ലേ? അതാണ്. ഇത് കണ്ടു നോക്ക് നിങ്ങള്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മേളിലോട്ട് ഈ ഡ്രോൺ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിന്റെ കാഴ്ച എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര കാഴ്ചയാണ്. സത്യം പറഞ്ഞാല് ഇത് ശരിക്കും ഇവിടെ വന്നിട്ട് ആകാശ ദൃശ്യം ഇങ്ങനെ കാണണം, എന്നാൽ മാത്രമേ അതിന്റെ കറക്റ്റ് ആ ഒരു നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതെന്താന്ന് പറഞ്ഞാല്
അടിപൊളി സ്തംഭമാണ് അല്ലേ? അതായത് ആ ഒരു അമ്പലം ആ കാടിന് നടുക്ക് നിൽക്കുന്നത് തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മൊത്തം വേപ്പ് മരങ്ങളും പുളിമരങ്ങളും അതും ഇതും ഒക്കെ ആയിട്ട് ഒരു മഴ അവിടെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും സംഭവം വേറെ ലെവലായി. മഴ പെയ്തില്ലായിരുന്നെങ്കിൽ ശരിക്കും ഇവിടെ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഈ കാറ്റത്ത് ഈ പൊടി ഇങ്ങനെ പറന്ന് ഫുൾ ഇതായി പോയെന്നെ. പക്ഷെ ഇത് മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ആംബിയൻസ്, ചൂടില്ല, ആ ചൂട് പോയി, അങ്ങനെ പല സംഭവങ്ങളുമായി. എന്തായാലും ഇവിടെ തിരുച്ചെന്തൂർ ഭാഗത്തൊക്കെ വരുന്ന ആൾക്കാർ ഡു കം ആൻഡ് വിസിറ്റ് ദിസ് പ്ലേസ്. നിങ്ങൾ കന്യാകുമാരിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കന്യാകുമാരിയിൽ നിന്ന് ജസ്റ്റ് 100 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് വെരി ഈസി ടു വിസിറ്റ് ദിസ് പ്ലേസ് ഗൈസ്. ഇതെടുത്തിട്ട് ഇതിന്റെ തോട് പൊട്ടിച്ചിട്ട് അതിന്റെ മേളിൽ കൂടെ ഇച്ചിരി മുളക് പൊടി ഇടണം, കുറച്ച് വെള്ളം ഒഴിക്കണം, എന്നിട്ട് ഇറുക്കിലിട്ടിട്ട് ഇളക്കിയെടുത്ത് മതി മതി നടക്ക്. അതിന് പുളിയില്ല, വാ നടക്ക്. പുളിയില്ലെന്നോ? പുളി ഇല്ലാത്ത പുളിയോ? പുളിക്ക് പുളിന്ന് പേര് വന്നാൽ തന്നെ പുളി ഉള്ളതുകൊണ്ടല്ലേ? പുളിമരം ഇല്ല, പുളിമരത്തിൽ പുളിയില്ല. അത് ആക്ച്വലി ഇത് താഴെ വീണ് പോണം, അല്ലെങ്കിൽ മേളിൽ നിന്ന് പറിക്കണം, അതാണ് സംഭവം. വേണ്ട, ആ കാക്കേനെ പിടിക്കാൻ പോവാ. അങ്ങനെ നമ്മള് ഇവിടെ നിന്ന് ഇനിയിപ്പോ തിരിച്ച് നമ്മൾ തിരുനെൽവേലിക്ക് പോകാൻ പോവുകയാണ്. വീണ്ടും നമ്മൾ ആ ഒരു തെരിക്കാട് എന്ന് പറയുന്ന ആ ഒരു റെഡ് സാൻഡ് ഡെസേർട്ടിന് നടുവിലൂടെയുള്ള ആ പൊട്ടിപ്പൊളിഞ്ഞ ചെറിയ വഴിയിലൂടെ, ഇടുങ്ങിയ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ശരിക്കും ഈ ഒരു വഴിയിലൂടെ പോകുന്ന ആ ഒരു യാത്ര തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു ചുറ്റിനും പുളിമരങ്ങളും കാടുകളും പിന്നെ പനമരങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു റൂട്ടിൽ എത്ര അമ്പലങ്ങളുണ്ടെന്നറിയോ? 5 or 6 അമ്പലങ്ങളുണ്ട് ഈ ഒരു റൂട്ടിൽ തന്നെ. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ദൃശ്യമെല്ലാം കണ്ട് ആസ്വദിച്ച് നമ്മൾ ഒരു മഴയും വെയിലും എല്ലാ കാലാവസ്ഥയും നമ്മൾ ആസ്വദിച്ചു അല്ലേ? ഈ ഒരു വന്നപ്പോ നല്ല മൂടിക്കെട്ടി നിൽക്കുകയായിരുന്നു, മഴ പെയ്തു, ഇപ്പൊ നല്ല അടിപൊളി വെയിലായി. അങ്ങനെ നമ്മുടെ അഭിജിത്ത് ഭക്തൻ വണ്ടി ഓടിച്ച് നമ്മൾ പോകുന്നു ഇനി തിരുനെൽവേലിക്ക്. ഇവിടെ 52 കിലോമീറ്റർ ഉണ്ട് തിരുനെൽവേലിക്ക്. തിരുനെൽവേലി അലുവ കഴിക്കാനാണ് ഇനി എല്ലാരും പോകുന്നത്. അലുവ ഗൈസ്, അലുവ. ഋഷിക്ക് എവിടെ പോണ്ടേ? അവൻ വേറെ ഏതോ ലോകത്താടാ. നീ എവിടാടാ? ആണോ? ട്രെയിനിന്റെ ലോകത്താണോ? മരുഭൂമിയിലുള്ളത് പോലെ തന്നെ കാക്ടസ് ഒക്കെ നിപ്പുണ്ട്. ഒരു സൈഡിൽ മൊത്തം മുരിങ്ങ കൃഷി കണ്ടാ, മൊത്തം മുരിങ്ങ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടല്ലേ, മുരിങ്ങ കൃഷി. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അതി, ഇവര് ഇവിടെ മുരിങ്ങ റോഡിന്റെ അപ്പുറം ഇപ്പുറം ഇഷ്ടം പോലെ മുരിങ്ങ ഉണ്ടാവും, അതിലൊക്കെ മുരിങ്ങയൊക്കെ ഉണ്ടാവും. അതൊന്നും ഇവരെടുക്കത്തില്ല. അത് നമ്മള് വെറുതെ നിൽക്കും. പക്ഷെ ഇവിടെ മുരിങ്ങ കൃഷി ഇവിടെ ചെയ്തിട്ടുണ്ട് വേറെ. ഇപ്പുറത്തെ ഭാഗത്ത് ഇവിടെ വാഴ കൃഷി, ഒരു സൈഡിൽ കംപ്ലീറ്റ് വാഴ കൃഷി, അതിനിടയ്ക്ക് പനയൊക്കെ നിൽപ്പുണ്ട്. ഒരു സൈഡിൽ കംപ്ലീറ്റ് വാഴ കൃഷി, ഒരു സൈഡിൽ മൊത്തം മുരിങ്ങ കൃഷി. കൃഷി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ എവിടെ നോക്കിയാലും കൃഷി സ്ഥലങ്ങളാണ്. ഇപ്പൊ കംപ്ലീറ്റ് തെങ്ങും തോപ്പായി. ഋഷി അവിടെ പോയിട്ട് ആ മണ്ണിൽ കുറെ കളിച്ചായിരുന്നു. കളറ് പോലെ റെഡ് ഓക്സൈഡ് പോലെ ഇങ്ങനെ പിടിച്ച് നിപ്പുണ്ട്, അത് പോത്തില്ല. എന്താ വേണ്ടേ? ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു അമ്പലം കണ്ടു. ഈ അമ്പലത്തിന്റെ സൈഡില് നല്ല കിടുക്കാച്ചി ആംബിയൻസില് ഓല മേഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല, പനയോല മേഞ്ഞൊരു ചായക്കട കണ്ടു. എന്നാ പിന്നെ അവിടെ കയറി ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. എന്ത് ആംബിയൻസ് ആണ് ഈ ഒരു ചായക്കട, അടിപൊളിയല്ലേ? ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പൊ തമിഴ്നാട്ടിൽ മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് ഇന്റീരിയർ ഗ്രാമങ്ങളിൽ പോണം. ഇതുപോലത്തെയോ? ആണോ? ഓ, ഇത് പൊളിച്ചു കേട്ടാ. ഇവിടെ ചേട്ടൻ ചായ അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടോടാ, സമോറ കണ്ടോ? സമോറ പഴയ ഒരു തോംസന്റെ ടി വി, അതിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഓടിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ ഇവിടെ വാഴയ്ക്ക ബജി ചൂടാനായിട്ട് പോവാണ്. പിന്നെ നമ്മുടെ പഴയ വലിച്ചു കയറുന്ന ടൈപ്പ് കലണ്ടറല്ലേ കണ്ടാ, ഇത് നാനാജാതി മതസ്ഥരുടെ കലണ്ടറുണ്ട്, എല്ലാ മതക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും കലണ്ടറുണ്ട്. 4 എണ്ണം ഇരിപ്പുണ്ട്. എല്ലാവരും സൂചിപ്പിക്കുന്ന ചേട്ടനാ. ചായയുടെ സമോവറിലൊക്കെ പൊട്ടൊക്കെ തൊട്ട് വെച്ചിരിക്കുന്നുണ്ടോ? പിന്നെ ഈ കടനെക്കാട്ടി പഴക്കമുള്ള ഏതൊരു സിനിമയിലെ പാട്ടാട്ടത്? ഈവിക്കും കാണാം അത്രയും പഴക്കം. അതെ, ശരിയാ. ഇവിടെ അകത്ത് സ്ഥലമുണ്ട്. ഋഷി ഇവിടെ അകത്തിരുന്ന ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ ഈ ബിസ്ക്കറ്റ് കഴിക്കുള്ളൂ. വീട്ടിൽ ഇറങ്ങുമ്പോൾ കഴിക്കാത്ത സാധനങ്ങളെല്ലാം കഴിക്കും. അതെ, വീട്ടിലുള്ളപ്പോ ബിസ്ക്കറ്റ് കഴിക്കാൻ പറ്റത്തില്ല. അമ്മൂന്റെ വീട്ടിൽ പോകുമ്പോ മറ്റേ മാരിഗോൾഡിന്റെ ബിസ്ക്കറ്റ് ആരോട്ട് കഴിക്കും. വീട്ടിൽ വെച്ച് ഇതൊന്നും കഴിക്കത്തില്ല. വീടിന് പുറത്തുണ്ടെങ്കിൽ കഴിഞ്ഞതെല്ലാം നമ്മൾ കഴിക്കും. പഴയ ഗ്രൈൻഡർ ഇരിക്കുന്നത് ഈ കട. അവിടെ ഒരു ഗ്രൈൻഡർ, 80 സ്റ്റൈല് ഗ്രൈൻഡർ ഇരിക്കുന്നു, ചിരവി ഇരിക്കുന്നു. ഇത് ഇവിടുത്തെ പാത്രം കഴുകുന്ന സ്ഥലം. ഇത് കൈ കഴുകുന്ന സ്ഥലമാണ് കണ്ടില്ലേ, കൈ കഴുകുന്ന സ്ഥലം. ഇത്തരത്തിലാണ് ഹാൻഡ് വാഷ് ഏരിയ. അതായത് പണ്ടത്തെ സെറ്റപ്പാണ് കണ്ടോ. ഇവിടെ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കൈ കഴുകണം. ഈ വെള്ളം ഇത് പുറത്തേക്ക് പോകും. അങ്ങനെയാണ് പരിപാടി. അതാ പഴംപൊരി അല്ലേ, അത് വാഴയ്ക്ക ബജി. ചേട്ടൻ ഫ്രഷ് ആയിട്ട് ചുട്ട വാഴയ്ക്ക ബജി. അതായത് ഇത് എന്ത് വാഴയ്ക്കാ ചൂടുന്നത്? കരക്ക എടുത്ത് വിടുന്ന അല്ലേ? ഇവിടെ പഴംപൊരി കിട്ടത്തില്ല, തമിഴ്നാട്ടിൽ കിട്ടത്തില്ല. അത് ഓൺലി ഇൻ കേരള. നമ്മളിപ്പോ തമിഴ്നാട്ടിൽ അറിയാവോ,
അണ്ണന്റെ കട കൊള്ളായിരുന്നു, എന്തായാലും സൂപ്പർ കടയായിരുന്നു കേട്ടോ. ഓ ബിസ്ക്കറ്റും ബജ്ജി ഇഷ്ടപ്പെട്ടോ? ആ, മാനാവില്ല എന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു. ഇത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷൻ അല്ല, പോസ്റ്റ് ഓഫീസാണ്. അതിന്റെ മുമ്പിലായിരുന്നു ആ കട, മാനാവില്ലയുടെ മുമ്പിൽ. ഈ ഭാഗത്തൊക്കെ വൈകുന്നേരം ആകുമ്പോൾ മഴയാണ്. ഇന്നലെ വൈകിട്ട് മഴയായിരുന്നു. ഇന്നിപ്പോൾ അതേ അടുത്ത മഴയ്ക്കുള്ള പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ തിരുനെൽവേലി പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ നല്ല മൂടി. ഇപ്പോൾ സമയം 5 മണി ആയതേ ഉള്ളൂ. 5 മണി ആവുന്നേ ഉള്ളൂ, ഇരുട്ടി വന്ന്. തിരുനെൽവേലിയിൽ ഞാനൊരു എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഹോം സ്റ്റേ. ടൗണിൽ തന്നെ എവിടെയോ ആണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ സ്കൂൾ വിട്ടതിൻ്റെ തിരക്കാം. പിള്ളേരൊക്കെ ഓട്ടോയിൽ കയറി വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആവുന്നു. ചില പേരൻസ് കാറിൽ വന്ന് പിള്ളേരെ പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. ചില കുട്ടികൾ സൈക്കിളിൽ തന്നെ വീട്ടിൽ പോകുന്നു. ചിലര് നടന്നു പോകുന്നു. അതെ, ഇതിവിടുത്തെ ഏതോ വലിയ സ്കൂളാട്ടോ, പുഷ്പലത ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ സ്കൂളിന് അവധിയൊന്നുമില്ലേ? നമ്മുടെ അവിടെ ഇപ്പൊ അവധിയല്ലേ? ഏപ്രിലല്ലേ? എനിക്കറിയില്ല ഇവിടത്തെ എങ്ങനെയാന്ന്. ഇവിടെ നമ്മളവിടെ സ്കൂൾ അടച്ചില്ലേ? പരീക്ഷ അല്ലെന്ന് എനിക്ക് തോന്നുന്നേ. ഇത് ഫുൾ ഡേ റെഗുലർ സ്കൂൾ കഴിഞ്ഞ് പിള്ളേർ പോകുന്നവരുണ്ടല്ലോ. നമ്മളിത് എടുത്തിരിക്കുന്ന വീട് എനിക്ക് തോന്നുന്നു തിരുനെൽവേലി ഔട്ട്സ്കേർട്സിൽ എവിടെയാണ്. ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന വീട്. അടിപൊളി, കൊള്ളാലോ. മാത്യു, നല്ല ഇടിവെട്ടി മഴ പെയ്യാൻ പോവാണ്. മഴ പെയ്യാൻ പോകുന്ന അതിന് മുമ്പായിട്ട് നമ്മൾ എന്തായാലും ഇവിടെ എത്തി. സൂസിൽ ഹോം സ്റ്റേ എന്നും പറഞ്ഞുകൊണ്ടൊരു ഹോം സ്റ്റേ ആണ്. ഫുൾ ഇടിവെട്ട് കൈസ്, ഇടിവെട്ട്. പട്ട അപ്പൊ മാത്യു ചേട്ടാ ബൈ. ഓക്കെ, മാത്യു ചേട്ടൻ സിൻഡിക്കേറ്റ് ബാങ്കിൽ ജോലി ചെയ്യുമായിരുന്നു. മലയാളം അറിയാവോ? മലയാളം പഠിച്ചു. മാത്യു ചേട്ടൻ സിൻഡിക്കേറ്റ് ബാങ്കിലായിരുന്നു. പത്തനംതിട്ട ബ്രാഞ്ചിലാണ് ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയത്. പിന്നെ തിരുവനന്തപുരത്തും കുറവിലങ്ങാടും ഒക്കെ ജോലി ചെയ്തിരുന്നു. അമരവിള തിരുവനന്തപുരം ബോർഡർ. ഓക്കെ, അത് ശരി. വെള്ളനാട്. പുള്ളിയും റിട്ടയർഡ് ആയിട്ട് ഇപ്പൊ ഇവിടെ 14 റിട്ടയർഡ് ആയി. ഓക്കെ, actually I came on VRS only. VRS, you took VRS. Okay. Then I purchased a house near recently only. So India താമസിച്ചു, ഒരു കൊല്ലം താമസിച്ചു. Then I constructed a new house. Okay. I thought of giving light at only. വണ്ടി കഴുകാൻ വേണ്ടി അഭിജിത്ത് ഭക്തൻ പോകുന്നു. ഭക്തനെ മഴയത്ത് വണ്ടി കഴുകാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, മഴയത്ത് മാത്രമല്ല, നമുക്ക് വണ്ടിക്കകത്ത് മൊത്തം പൊടിയും അതേപോലെ തന്നെ ചെളിയും മറ്റുമൊക്കെയാണ്. സോ അഭിജിത്ത് ഭക്തൻ പോയി വണ്ടി കഴുകിയിട്ട് വരും. നമ്മള് ഋഷിമാനോടെ നിന്നോട്ടോ. ക്ലീൻ വണ്ടി ഈസ് എ ഹെൽത്തി വണ്ടി ഫോർ ദ പെർഫെക്റ്റ് ട്രിപ്പ് എന്നാണല്ലോ പറയുന്നത്. ഇതൊരു 2 നില വീട്. ഇത് നമുക്ക് താഴത്തെ ഫ്ലോർ പുള്ളി എയർബിഎൻബി കൊടുത്തിരിക്കുന്നു. അപ്പുറത്തെ ഫ്ലോറിന്റെ, അതായത് അവർക്ക് ഇത് പാർട്ടീഷൻ ചെയ്ത് അപ്പുറത്ത് വേറെ ഗേറ്റും വേറെ സ്പേസും മുകളിലത്തെ നിലയില് അത് പുള്ളി മന്ത്ലി റെന്റിന് കൊടുത്തിരിക്കുക. മനസ്സിലായില്ലേ? അതാണ് പരിപാടി. ഇതിനൊക്കെ റിട്ടയർഡായിട്ട് എയർബിഎൻബി സർവീസ് അപ്പാർട്ട്മെന്റ് പരിപാടിയൊക്കെ ചെയ്യാണ്. നമ്മൾ ഇന്നലെ താമസിച്ച വീടും അങ്ങനെ തന്നെയായിരുന്നു. അവര് അതേപോലെ തന്നെയായിരുന്നു. ഇടി. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന വീട്. 4000 രൂപയ്ക്കാണ് ഞാനിത് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ബെഡ്റൂം അല്ല, ഇത് ആക്ച്വലി ലിവിംഗ് റൂം ആണ്. ലിവിംഗ് റൂമിൽ 2 ബെഡ് ഇട്ടിട്ടുണ്ട്. 2 ബെഡല്ല, 3 ബെഡ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒക്കെ നമുക്ക് കിടക്കണമെങ്കിൽ കിടക്കാം. 5. പിന്നെ ഇപ്പുറത്ത് ശരിക്കും 2 ബെഡ്റൂം ഉണ്ട്. ഇത് വലിയ കട്ടിലുള്ള ഒരു ബെഡ്റൂം. ഇത് രണ്ടും അറ്റാച്ച്ഡ് ആണ്. സൗകര്യങ്ങളെല്ലാം ഉണ്ട്. 4000 രൂപയ്ക്ക് എന്ത് ലാഭമില്ല ഇത്. അടിപൊളി കണ്ടോ, നമ്മുടെ ഒരു വീട് പോലെ. ബാത്റൂം, പിന്നെ ഇപ്പുറത്ത് വേറെ ഒരു ബെഡ്റൂം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്. കിച്ചൺ നല്ല അടിപൊളി വലിയ കിച്ചൺ. ശരിക്കും ഒരു ഫുൾ ഫ്ലെഡ്ജ് വീടാണ്. ശരിക്കും 4000 രൂപ എന്ന് പറയുമ്പോൾ ഒരു ദിവസമല്ലേ ഇവർക്ക് 4000 രൂപ കിട്ടുന്നത്. ഇത് ഒരു മന്ത്ലി റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഒരു 10-15,000 രൂപയല്ലേ കിട്ടുള്ളൂ. അത് ഭയങ്കര ലാഭമോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എയർബിഎൻബി ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ കോഴഞ്ചേരിയിലെ വീട് എയർബിഎൻബി ചെയ്താൽ പോവോ? ചെയ്താലോ, ട്രൈ ചെയ്താലോ. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാൻ ആൾ വേണം. അതാണ് പ്രശ്നം. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ് എയർബിഎൻബി ചെയ്യാന്നുള്ളത്. ഇത് ഇവിടുത്തെ 2nd ബെഡ്റൂം ഉണ്ടല്ലേ. നല്ല അടിപൊളി സെറ്റപ്പാണ്. സംഭവം പൊളിയാണ്, സൂപ്പറാണ്. സോ അങ്ങനെ ഫൈനലി നമ്മൾ തിരുനെൽവേലി തിരിക്കുകയാണ്. ഇനി നമുക്ക് തിരുനെൽവേലി ഫുഡ് ടൂർ ചെയ്യണം അല്ലേ? തിരുനെൽവേലി ഫുഡ് ടൂർ, തിരുനെൽവേലി അലുവ, അങ്ങനെ ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട്. അലുവ. അപ്പൊ ഇന്ന്
എന്താ വേണ്ട ഋഷിക്ക്? അലോ വാങ്ങിച്ചു തരാം. അപ്പൊ നമ്മള് തിരുച്ചെന്തൂര് പോയതും അമ്പലം കണ്ടതും പിന്നെ നമ്മുടെ റെഡ് ഡെസേർട്ട് കണ്ടതും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഋഷി കുറച്ചു നേരം ഉറങ്ങുമായിരുന്നു വണ്ടിക്കകത്തിരുന്നേ. അപ്പോൾ ഇനി നമുക്ക് തിരുനെൽവേലി ഫുഡ് ടൂർ ഇതിനപ്പോൾ ഇനി നാളെ എങ്ങോട്ട് പോകണം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടില്ല. അത് പ്ലാൻ ചെയ്യട്ടെ. എന്തായാലും ബാക്കി സംഭവങ്ങളൊക്കെ നാളെ കാണാം. വീഡിയോ കണ്ടവർ അഭിപ്രായങ്ങൾ പറയുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ടി വിയിൽ കാണുന്നവർ മൊബൈൽ എടുത്തിട്ട് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വി വിൽ സീ യു ഗൈസ് ടുമോറോ വിത്ത് അനദർ വീഡിയോ. അതുവരേക്കും